തൻ്റെ വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെ രേണുസുധിക്കും കുടുംബത്തിനുമെതിരെ നടക്കുന്ന സൈബർ ആക്രമണങ്ങളിൽ പ്രതികരിച്ച് കൊല്ലം സുധിയുടെ മകൻ കിച്ചു സുധി. രേണുവുമായി ഇപ്പോൾ യാതൊരു ബന്ധമില്ല എന്നും വല്ലപ്പോഴും പൈസ ചോദിക്കുന്നത് മാത്രമാണ് ആകെയുള്ള ബന്ധമെന്നും കിച്ചു പറയുന്നു. ഞാൻ അതിൽ പറഞ്ഞിട്ടില്ല, അമ്മ കൂടെയുണ്ടായിരുന്നുവെന്ന്. പിന്നെ അമ്മയുമായുള്ള ഒരു കോണ്ടാക്റ്റ് എന്തെന്ന് വെച്ചാൽ ആകെ എന്തെങ്കിലും പൈസ ചോദിക്കുന്നു എന്ന് മാത്രമാണ്. വേറൊരു കോണ്ടാക്റ്റും ഇല്ല ഞങ്ങൾ തമ്മിൽ. ഇടയ്ക്ക് വല്ലതും വീഡിയോ കോൾ ചെയ്യും, എന്നിട്ട് ആരെയെങ്കിലുമൊക്കെ കാണിച്ചു തരും, എന്നിട്ട് പറയും ഇപ്പോൾ തരാടാ, ഇതേ ഉള്ളൂ കോണ്ടാക്റ്റ്. ഇതായിരുന്നു കിച്ചുവിൻ്റെ വാക്കുകൾ. അച്ഛൻ സുധിക്ക് അപകടം പറ്റിയതറിഞ്ഞ് വീട്ടിൽ നിന്നും തിരിച്ചപ്പോൾ കൂടെ ഉണ്ടായിരുന്നവരുടെ പ്രവൃത്തി തന്നെ ഞെട്ടിച്ചിരുന്നു എന്ന് കിച്ചു കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നു. കാലിൻ്റെ വിരൽ തൊട്ട് ശരീരം മുഴുവൻ തണുത്തുപോയി. ആ സമയത്ത് എന്തൊക്കെയോ നടക്കുന്നതെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. ആരൊക്കെയോ ചേർന്ന് എന്നെ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോവുകയായിരുന്നു. അനുബോട്ടനൊക്കെ ചേർന്ന് എന്നെ കബളിപ്പിക്കുവാണോ എന്നൊക്കെ ആ സമയത്ത് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അവിടെ ചെന്നാലേ ഒരു സമാധാനം കിട്ടൂ. പക്ഷേ ഇവർ കാറിൽ അടിച്ചു പൊളിക്കുകയാണ്. എനിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. ഋതപ്പനെ എങ്ങനെ നോക്കും? മുന്നോട്ടുള്ള ജീവിതം മുട്ടി നിൽക്കുകയാണ്. ആ സമയത്താണ് 5 സ്റ്റാർ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുന്നത്. ഒരു തുപ്പലിറക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല. ഒന്നും മിണ്ടാതെ ഞാനിങ്ങനെ ഇരിക്കുകയാണ്. അന്ന് തൊട്ട് ഒന്നിനോടും എനിക്ക് ഇപ്പോഴും പ്രതികരിക്കാൻ പറ്റിയിട്ടില്ല. വല്ലാത്തൊരവസ്ഥയായിപ്പോയി. ആശുപത്രിയിൽ എത്തിയത് ഒരു പ്രാങ്ക് ആയിരിക്കണേ എന്ന് മാത്രമാണ് ആഗ്രഹിച്ചത്. ഇങ്ങനെയായിരുന്നു കിച്ചുവിൻ്റെ വാക്കുകൾ. ഇതോടെ രേണുസുധിക്കും കുടുംബത്തിനുമെതിരെ കടുത്ത സൈബർ ആക്രമണമാണ് ഉണ്ടായത്. ഈ വിവാദങ്ങൾക്കിടയിലാണ് രേണു ആ സമയത്ത് തനിക്കൊപ്പം ഇല്ലായിരുന്നുവെന്ന് കിച്ചു വെളിപ്പെടുത്തിയത്. ഇതേസമയം കിച്ചുവിൻ്റെ അക്കൗണ്ടുകൾ പൈസ അയക്കുന്ന ഗൂഗിൾ പേ സ്ക്രീൻഷോട്ട് കാണിച്ചുകൊണ്ടായിരുന്നു രേണുവിനെ പിന്തുണയ്ക്കുന്ന ആളുകൾ രംഗത്തെത്തിയത്. എന്നാൽ തുക എത്രയെന്ന് തുറന്നു കാണിക്കുന്നില്ല. രേണു തനിക്ക് പൈസ അയക്കുന്ന കാര്യം സത്യമാണെന്ന് കിച്ചുവും തുറന്നു പറഞ്ഞിട്ടുണ്ട്.